എന്താണ് പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ആണ്, ശാസ്ത്രശാഖയാണ്. ഈ ശാസ്ത്രശാഖയ്ക്കകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്ന്, എങ്ങനെ നമുക്ക് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം എന്നുള്ളതും എങ്ങനെ നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താം എന്നുള്ളതും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഒരു ഭക്ഷണം പാചകം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്നോ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ മറ്റുള്ള ആളുകൾ, അതായത് അയാൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകളോ അതോ അയാളുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ ചില റെഗുലേഷൻ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ നമ്മൾ തന്നെ നടത്തേണ്ടതുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു കാര്യം, ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾ നിർബന്ധമായിട്ടും അയാളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശുചിയാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ബാത്തിങ്, കുളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ബാത്തിങ്, കുളിക്കുന്ന ഒരു കാര്യം വലിയ ഹോട്ടലുകളിലേക്കാണെങ്കിൽ കയറുന്നതിന് മുമ്പ് തന്നെ, ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷനിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ബാത്തിങ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കിച്ചണിനകത്തേക്കോ അതല്ലെങ്കിൽ ബീവറേജുകൾ സർവീസ് ചെയ്യുന്ന മേഖലകളിലേക്കോ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും. പല്ലുകൾ വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്നത്, സൗണ്ട് ടീത്ത് ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് പോലെ, നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ബലമുള്ള പല്ലുകൾ ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പല്ലുകൾ എപ്പോഴും വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വായ്ക്കകത്ത് പലപ്പോഴും പലതരത്തിലുള്ള അണുക്കൾ വളരാനും, ഇത് ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നതിലൂടെയോ അതോടൊപ്പം തന്നെ തുമ്മലുകൾ, അതുപോലെ തന്നെ ചുമ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആവാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ടും മൗത്ത് വാഷിംഗ് അല്ലെങ്കിൽ ബ്രഷിംഗ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ നഖങ്ങളുടെ കാര്യമാണ്. നഖങ്ങൾ എപ്പോഴും ഏത് സമയത്തും വെട്ടി ഒതുക്കി വെക്കുക അല്ലെങ്കിൽ ചെറുതാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള നഖത്തിനകത്ത് ബാക്ടീരിയാസിന് വളരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നീണ്ട നഖങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകൾ വളർത്താൻ പാടില്ല. പിന്നീട് വരുന്നത് മുടിയുടെ കാര്യമാണ്. ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മുടി തുറന്നിടാൻ പാടില്ല. കൂടാതെ മുടി പൊഴിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും തലയോട്ടി എപ്പോഴും വൃത്തിയാക്കി വെക്കുവാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഹെയർ നെറ്റുകളോ അതോടൊപ്പം ക്യാപ്പുകളോ ഭക്ഷണ സമയങ്ങളിൽ, പാചകം ചെയ്യുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മെൻസ് ഹെയർ, ആണുങ്ങളുടെ മുടിയാണെങ്കിൽ ചെറുതാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു നീറ്റ്നെസ്സും അതോടൊപ്പം തന്നെ വൃത്തിയാക്കാൻ എളുപ്പവും ഉള്ളത് കൊണ്ട് തന്നെ ചെറുതാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എപ്പോഴും യൂണിഫോം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഔട്ട്ഡോർ ക്ലോത്തുകൾ, പുറത്തുനിന്നും നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ സാധാരണയായിട്ട് ഹോട്ടലുകളിലേക്ക് സാധാരണ പെർമിഷൻ ഇല്ല. അവിടേക്ക് വേറെ തരത്തിലുള്ള യൂണിഫോമുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷനും അതോടൊപ്പം മറ്റുള്ള ആളുകളിലേക്ക് രോഗങ്ങൾ പകരാതിരിക്കുന്നതിനും ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ തന്നെ ധരിച്ച ശേഷം കയറുന്നതാണ് നല്ലത്. യൂണിഫോമുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്തും അതിനെ പലപ്പോഴും അത് ശരീരത്തിനകത്തുള്ള വയർപ്പുകൾ വലിച്ചെടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അതോടൊപ്പം ബലമുള്ളതായിരിക്കണം. അതോടെ പെട്ടെന്ന് പിന്നിപ്പോകുന്നതാവാൻ പാടില്ല. ഒരുപാട് ഇറുകിയതോ ഒരുപാട് ലൂസായതോ ഒന്നും ആവാൻ പാടില്ല. നമുക്ക് പാകമുള്ളതായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ദിവസവും കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള തുണികൾ മാത്രമേ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ യാതൊരു കാരണവശാലും മുറുക്ക്, അതുപോലെ സിഗരറ്റ്, അതുപോലെ ചൂയിങ്കം, ഇതുപോലെ മറ്റുള്ള ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾക്ക് വായിക്കകത്ത് എപ്പോഴും നമ്മൾക്ക് ഒരു സ്പിറ്റിംഗ് ഹാബിറ്റ്, തുപ്പേണ്ട ഒരു ഹാബിറ്റ് വരികയും അത് പലപ്പോഴും രോഗങ്ങൾ പല ഭാഗങ്ങളിലേക്കും നമ്മളെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ ഓർണമെൻറ്റുകൾ, നമ്മുടെ വാച്ചുകൾ,
അതുപോലെ റിങ്ങുകൾ, അതുപോലെ പലതരത്തിലുള്ള ഓർണമെൻറ്റ്സുകൾ, ബാൻഡുകൾ, ഇതൊന്നും സാധാരണയായിട്ട് കിച്ചണുകളിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പലപ്പോഴും നമ്മൾ ലോഹത്തിൻ്റെയൊക്കെ ആയിരിക്കും റിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അത് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയങ്ങളിലോ അതല്ലെങ്കിൽ ബീവറേജുകളായിട്ട് മിക്സ് ചെയ്യുന്ന സമയങ്ങളിലോ പലപ്പോഴും അതിനകത്ത് കൊറോഷൻ, ദ്രവിപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇതിൻ്റെ അംശങ്ങൾ ഭക്ഷണത്തിലേക്ക് ആവുകയും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കൂടാതെ നമ്മൾ കൂടുതലായിട്ടുള്ള കൈയിൻ്റെ മുകളിൽ നെയിൽ പോളിഷസ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ നമ്മൾ മേക്കപ്പുകൾ ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണയായിട്ട് ഇത്തരം ജോലികൾ ചെയ്യുന്ന സമയങ്ങളിൽ, അതായത് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല. കാരണം പലപ്പോഴും മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പല ചേരുവകളും കെമിക്കൽ ചേരുവകളാണ്. അത് വിയർപ്പിൻ്റെ രൂപത്തിലോ മറ്റോ ഭക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഫുഡ് പോയ്സന് കാരണമാവും. അതോടൊപ്പം നേരത്തെ പറഞ്ഞ നെയിൽ പോളിഷസുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പോളിഷൻ നമ്മളെ ഫുഡിലേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ അതും ഭക്ഷണത്തിന് പലപ്പോഴും രോഗത്തിന് കാരണമാവും. അപ്പോൾ ഇത്തരം ഹാബിറ്റുകൾ നമുക്ക് വരാൻ പാടില്ല. കൂടാതെ ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയങ്ങളിലോ ബീവറേജുകൾ ഉണ്ടാക്കുന്ന സമയങ്ങളിലോ രുചിക്കുന്ന സമയങ്ങളിൽ രുചി നോക്കിയിട്ട്, അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഗസ്റ്റിന് കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒഴിച്ചിട്ടോ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ വിരലിനകത്ത് ഉപയോഗിച്ചിട്ടോ ഒന്നും നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഫുഡിലേക്ക് പലപ്പോഴും ബാക്ടീരിയാസുകളുടെ സംക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ഉപയോഗിക്കേണ്ട ടീസ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ടത്. ടീസ്പൂൺ അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള ഇതുപോലെയുള്ളൊരു പോട്ടാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഇവിടെ ഒരു പോക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പോക്കറ്റിനകത്താണ് ഇത്തരത്തിലുള്ള സ്പൂണുകൾ നമ്മൾ സാധാരണ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അപ്പോൾ ഇത് അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള. അപ്പോൾ ഈ ഡിസൈനിങ്ങോട് കൂടിയിട്ടുള്ള ചില ഡ്രസ്സുകളാണ് നമ്മൾ ഇത്തരം പാചക രംഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് രോഗങ്ങൾ വരാതെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് രോഗങ്ങൾ പകർത്താതെയും സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും.